കൊല്ലം ചിതറയിൽ തെരുവുനായ ആക്രമണം 2 പേർക്ക് കടിയേറ്റു. 8ാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യ, അധ്യാപികയായ ലിൻസി എന്നിവർക്കാണ് കടിയേറ്റത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് ഇരുവരെയും തെരുവുനായ ആക്രമിച്ചത്. എന്നെ പട്ടിയടിച്ചത് BAKയിൽ വെച്ചാണ്. BAKയിൽ ഞാൻ സ്കൂളിലോട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴായിരുന്നു കടിച്ചത്. പതുക്കെയാണ് വന്ന് കടിച്ചത്. പിന്നെ ആദ്യം കടിച്ചപ്പോൾ മുറിഞ്ഞില്ലായിരുന്നു. രണ്ടാമത് കടിച്ചപ്പോൾ മുറിഞ്ഞു കാലിൻ്റെ അകം. സ്കൂള് വിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിതറ PAKയുടെ അവിടെ നിന്നാണ് പട്ടി വന്ന് ആദ്യമായിട്ട് മോൻ്റെ കാലിൽ കടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പട്ടീനെ ഓട്ടിച്ച് കളഞ്ഞിട്ട് മോനെ കൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയ പിന്നെയാണ് പട്ടി ബാക്കിൽ നിന്ന് വന്ന് രണ്ടാമത് കൊച്ചിൻ്റെ കാല് കടിച്ചെടുക്കുന്നത്. പോയി വരുന്ന വഴിക്ക് ചിതറ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ആണ് പട്ടി കടിച്ചത്. അതിന് തൊട്ട് മുമ്പ് തന്നെ വേറൊരു കുട്ടിയും അതിലെ പോയ സ്കൂൾ കുട്ടിയെ തന്നെ പട്ടി കടിക്കുകയുണ്ടായി. പിന്നെ ഇത് സംബന്ധിച്ച് ചിതറ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇത് എപ്പോഴാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്? ഈ മേഖല ഇത്തരത്തിൽ തെരുവുനായ ശല്യമുള്ള ഒരു സ്ഥലമാണോ? ഇവരുടെ പരിക്കുകൾ ഗുരുതരമുള്ളതാണോ? അമൃത, ജില്ലയിൽ പലയിടങ്ങളിലും തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ്. തെരുവുനായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇന്നിപ്പോൾ 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സ്കൂൾ വിട്ട് വരികയായിരുന്ന വിദ്യാർത്ഥിക്കും അധ്യാപികയ്ക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ കുട്ടി മാതാവിനൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സൂര്യ എന്നതാണ് വിദ്യാർത്ഥിയുടെ പേര്. പ്രദേശവാസിയായ മറ്റൊരാൾക്ക് കൂടി കടിയേറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അധ്യാപിക വരുന്നത്. ഈ അധ്യാപികയും തെരുവുനായ ആക്രമിച്ചു എന്നുള്ളതാണ്. രണ്ടുപേരും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.